ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. അപ്പം ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റിലേക്ക്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണഗതിയിൽ വെള്ളിയാഴ്ച ഞാൻ പോസ്റ്റ് മാർക്കറ്റ് ചെയ്യാറില്ല, കാരണം വീക്കിലി തന്നെ സെയിലും അതിൻ്റെ കൂടെയാണ് പറയാറ്. പക്ഷേ ഇന്ന് നമ്മളൊരു പോസ്റ്റ് മാർക്കറ്റ് പറയേണ്ടത് ഒരു അനിവാര്യത ആയതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം നമ്മൾ ലോസ് ബുക്ക് ചെയ്തു ഇല്ലേ, നമ്മുടെ SL അടിച്ച് ലോസ് ബുക്ക് ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ ഈ ഒരു സെല്ലിംഗ് ആണ് പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ ഈ സെല്ലിംഗ് ഇന്നലെ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്നലെയും അത് ഉണ്ടായില്ല, നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഒരു അതിഭീകരമായ ഒരു സെല്ലിംഗ് നമുക്ക് കാണാൻ പറ്റി. ഏകദേശം 1,100 മുതൽ ഏകദേശം ഒരു 12,950 വരെ, ഏകദേശം ഒരു 150 പോയിൻറ്റിൻ്റെ ഒരു ഫോള് നമുക്ക് ഇന്ന് കിട്ടി. അപ്പം ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ട്രാപ്പ് മാർക്കറ്റായിരുന്നു അല്ലേ. ഇന്ന് നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഇന്നലെ ഡൗ ജോൺസും പിന്നെ നാസ്ഡാക്കും ഒക്കെ നല്ല സെല്ലിംഗ് പ്രഷറിലായിരുന്നു, ഒരു നെഗറ്റീവ് ട്രെൻഡിലായിരുന്നു. അപ്പം ഇന്ന് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ട് ഇന്ന് പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ 2 ദിവസം കൊണ്ടേ പറയുന്നു, മാർക്കറ്റിന് മുന്നോട്ട് പോകാനുള്ള ഒരു പോസിറ്റീവ് തിങ്സും നമുക്ക് മാർക്കറ്റിൽ കാണാനില്ല. ഓക്കെ, അപ്പോൾ ഏത് നിമിഷവും ഒരു ഭീകര സെല്ലിങ് വരും എന്ന് ഞാൻ 2 ദിവസം കൊണ്ടേ പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്ന 10 ഹെവി ഇൻഡെക്സ് വെയിറ്റ് ഉള്ള 10 സ്റ്റോക്സുകളും അതിൽ ഏറെക്കുറയും ഓൾ ടൈം ഹൈയിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. അതിൽ HDFC AMC പിന്നെ നമ്മുടെ പെർസിസ്റ്റൻ സിസ്റ്റം ഒക്കെ ഓൾ ടൈം ഹൈയിലാണ്. അപ്പോൾ ഏത് നിമിഷം അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാം. പിന്നെ ഇന്ത്യ ഹോട്ടൽ ഇന്നലെ കുറച്ച് കയറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മേ ബി ഇന്ന് വീക്കെൻഡ് ആയിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൊമിൻസും അതിൻ്റെ കൂടെ ചേർന്നെങ്കിലും അവിടെ കൊമിൻസ് ഒരു പെർഫോമൻസ് കാണിച്ചില്ല ഇല്ലേ. രാവിലെ തന്നെ ഒരു നല്ല സെല്ലിങ് കൊമിൻസിനകത്ത് വന്നു. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒരു സെല്ലിങ് പ്രതീക്ഷിച്ചത്. കാരണം ഈ സ്റ്റോക്സിലെല്ലാം ഒരു സെല്ലിങ് വരും എന്നുള്ള കാര്യം ഓൾറെഡി കൺഫേംഡ് ആയിരുന്നു. കാരണം അങ്ങനെ മാർക്കറ്റിന് അങ്ങനെ മേലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. എപ്പോഴും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഴ്ചയും ആഘാതം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മുന്നിൽ കണ്ടുകാണിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെല്ലാം ഓൾ ടൈം ഹൈ നിൽക്കുന്നതുകൊണ്ട് ഏത് നിമിഷവും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആക്ച്വലി ഒരു ചെറിയ ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ചെറുതായിട്ട് താഴോട്ട് വന്നു. ഇപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇന്ന് ഒരു PE തന്നെ ചെയ്യണം എന്നുള്ളതായിരുന്നു. കാരണം കഴിഞ്ഞ 2 ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് PE സൈഡാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് എപ്പോഴും ക്യാപ്ചർ ചെയ്യാൻ എളുപ്പവും നമ്മുടെ സമയ നഷ്ടം കുറയ്ക്കുന്ന ഒരു ട്രേഡുകൾ PE ട്രേഡുകളായിരിക്കും. CE ട്രേഡിൽ ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ ഒരു CE ട്രേഡിന് വേണ്ടി അതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കാത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു PE ട്രേഡിനകത്തിൽ 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ മൊമെൻറ്റം കണ്ടെത്താൻ പറ്റി, അതായത് ആ എൻട്രി പോയിന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ട്രേഡുകൾ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് കണ്ടതും അതുതന്നെയാണ്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. രാവിലെ ഒരു ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്ത് ചെറിയൊരു 10 പോയിൻറ്റ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ചെറുതായിട്ട് താഴോട്ട് വന്നു. അപ്പോൾ ചെറുതായിട്ട് താഴോട്ട് കഴിഞ്ഞപ്പം ഇവിടെ ഒരു ഫർദർ ഒരു സെല്ലിങ് കാണും എന്നുള്ള ഒരു ധാരണയായിരുന്നു എല്ലാവർക്കും. ഒരു സെല്ലിങ്ങിൻ്റെ പ്രതീതി ജനിപ്പിച്ചു. അതിനുശേഷം ഒരു സെക്കൻഡ് ക്യാൻഡിൽ വീണത് കുറച്ച് താഴോട്ട് വന്നതിന് ശേഷം ഒരു ശരിക്കും കയറി പോകുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഉണ്ടായി. അപ്പോൾ അതിനകത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വലുതായിട്ട് വലിയ വോളിയൊന്നുമില്ല. പക്ഷെങ്കിൽ ഫ്യൂച്ചറിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ആ ക്യാൻഡിൽ ഇങ്ങനെ കയറിപ്പോയി. അപ്പോൾ റീറ്റെയിലേഴ്സ് എല്ലാവരും പാനിക്കായി. അപ്പോൾ എന്ത് ചെയ്തു, എല്ലാവരും CEയുടെ കോൾ എടുത്തു. കാരണം എന്താ, ഇവിടുന്ന് ഈ ഫസ്റ്റ് ക്യാൻഡിലിനെയും കവർ ചെയ്ത് സെക്കൻഡ് ക്യാൻഡിൽ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഹൈ കട്ട് ചെയ്തപ്പോഴാണ് ഞാൻ കോൾ പറഞ്ഞത്. നമ്മുടെ ഈ ഫസ്റ്റ് ഇന്നത്തെ ഓപ്പണിങ്ങിൻ്റെ ഹൈ കട്ട് ചെയ്തപ്പോഴാണ് ഞാൻ PE തന്നെ പറഞ്ഞത്. ഓക്കെ, ഒരു 13, 100, 85, 90 റേഞ്ചിലെടുക്കാൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മാർക്കറ്റ് ഇത് ക്രോസ് ചെയ്ത് മേലോട്ട് പോയി. അപ്പോൾ തന്നെ ഞാൻ മെസ്സേജ് ഇട്ടു, 80 നമുക്ക് 80 കിട്ടാനുള്ള സാധ്യതയുണ്ട്, 80 വേണം നിങ്ങൾക്ക് എടുക്കാവുന്നത്. അങ്ങനെ 80 എടുത്തു. അതിനുശേഷം മേലോട്ട് പോയപ്പം നമ്മുടെ ഒരു CE മാർക്കറ്റ് മുമ്പോട്ട് കുതിക്കും എന്നുള്ളൊരു പ്രതീതി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ ജനിപ്പിച്ചു ഇല്ലേ. അപ്പോൾ എല്ലാ റീറ്റെയിലേഴ്സ് എല്ലാം എന്ത് ചെയ്തു, ചാടി വീണു. ഉടൻ തന്നെ ഇവിടെ ഇത് ക്രോസ് ചെയ്തപ്പോൾ തന്നെ CE കോൾ എടുത്തു ഇല്ലേ. CE കോൾ എടുത്ത് ഇവിടുന്ന് മേലോട്ട് പോയി. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ നേരെ അതുപോലെ തന്നെ തിരിച്ചു വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ കോൾ എടുത്തവരുടെ എല്ലാ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചു.
ഇവിടെ അടിച്ചു, അല്ലെങ്കിൽ ഇത് താഴോട്ട് വന്നു, അല്ലെങ്കിൽ ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിൽ കയറുവാണെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ കയറുന്ന വിചാരിച്ചു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും? ഇതിൻ്റെ ലോ ആയിരിക്കും ഇല്ലേ? ഫസ്റ്റ് ക്യാൻഡിൽ ലോ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇവിടെ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ്? തേർഡ് ക്യാൻഡിൽ നേരെ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ബാസ്ക്കറ്റ് ഓർഡർ സെൽ ഓർഡർ ഇട്ടു, നേരെ മാർക്കറ്റ് താഴെ വന്നു, അവിടുന്ന് പിന്നെ കുറേ കൂടെ താഴെ വന്നു. ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും കോള് ബൈ എടുത്തവരെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഇവർ അടിച്ചത് പിന്നെ അവിടെ ഒരു ഫർദർ സെല്ലിങ് വന്നു, മാർക്കറ്റ് നേരെ താഴോട്ട് പോരുന്നു. പിന്നെ പിടിച്ചാൽ കിട്ടിയില്ല ഇല്ലേ? നമ്മൾ മാർക്ക് ചെയ്ത ലെവലുകളെല്ലാം ബ്രേക്ക് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് എവിടെയാണ് 12,948 മാർക്ക് ചെയ്ത് അവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി ഇല്ലേ? നമ്മളപ്പോൾ ഇവിടം വരെ ഏകദേശം 175 വരെ എങ്ങാണ്ട് ഹൈ, 192 വരെ എങ്ങാണ്ട് ഹൈ പോയി. ഈ ഫസ്റ്റ് ഹൈ ഇത് കാണുന്നത് 192 ആണ്. ഇത് 80 രൂപയെന്ന് 192 വരെ എന്ത് ചെയ്തു? ഈ കോള് പോയി. ഇതിനിടയിൽ നമ്മൾ 140, 130, 140, 150 ഇറങ്ങിയവരുണ്ട്. എനിവേ അത് നമ്മുടെ വിഷയമല്ല, നിങ്ങൾ എത്ര പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ്. ഒരു ട്രാപ്പിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, മനസ്സിലായോ? മനുഷ്യനെ നമ്മൾ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് കോള് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആൾക്കാരെ എല്ലാം വലിച്ചതിനകത്ത് കയറ്റിയിട്ട് അവസാനം അവരുടെ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് മുന്നോട്ട് പോകുന്നൊരു പരിപാടിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതുമാത്രമല്ല, അതിനുശേഷം ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് റിക്കവർ ആകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇവിടുന്ന് റിക്കവർ ആകാൻ, അപ്പോൾ നമ്മൾ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചില്ലേ? ആദ്യത്തെ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ 7:10 നമ്മൾ പരിപാടി അവസാനിപ്പിച്ച് നമ്മളെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പറഞ്ഞ് ഞാൻ ഇനി വേറെ കോൾ ഇല്ലയെന്ന് പറഞ്ഞു, ശരിയല്ലേ? അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇവിടുന്ന് നേരെ തിരിച്ച് കയറിയാൽ ഒരു ഹൈയിൽ നിന്ന് നമുക്ക് വീണ്ടും എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പേരൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, അവർ ഒക്കെ എടുത്തിരുന്നു. ഇത് ഒരു മേജർ സപ്പോർട്ടാണ് അല്ലേ? ഇതൊരു മേജർ സപ്പോർട്ട്, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതൊരു മേജർ സപ്പോർട്ടാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വരച്ചിട്ടിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് എടുത്തവർക്ക് ഇവിടെയൊക്കെ ഈ ലെവലിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. പിന്നെ അവസാനം മിനിറ്റുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 13,000 ആണ് ഒരു മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഒരു ടേണിംഗ് പോയിൻ്റ് 13,000. അപ്പോൾ 13,000 താഴെയാണ് ഇന്ന് ക്ലോസിംഗ് കിട്ടിയത്. 13,000 നിന്ന് സസ്റ്റെയിൻ ചെയ്യാതെ മാർക്കറ്റ് വീണ്ടും കുറച്ചുകൂടെ ഒരു 50 പോയിൻ്റ് കൂടെ താഴോട്ട് വന്ന് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ആരൊക്കെയോ കുറച്ച് പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് സ്വന്തം റിസ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ഇന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. നമ്മുടെ കഴിഞ്ഞ 2 ദിവസത്തെ ലോസുകളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. ഇതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ നമുക്ക് ഇതൊരു ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രൊഡിക്ഷൻ ഒരു പരിമിതികളുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലോസ് ലിമിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് വരുമ്പോൾ മാക്സിമം പ്രോഫിറ്റായി എന്നെ പിന്തുടർന്ന് അത് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിനകത്തിൽ പറയാനുള്ളൂ. അപ്പം ഇതാണ് ഇന്ന് പറയാനുള്ളത്. ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഭീകരമായ സെല്ലിങ് ഇന്ന് സംഭവിച്ചു. ഓക്കെ, ഒത്തിരി പേര് പ്രോഫിറ്റ് എടുത്ത്, നിങ്ങൾ പ്രോഫിറ്റ് എടുത്തവർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്ന വീക്കിലി അനാലിസിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് കാണുന്നവർ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഈ ഒരാഴ്ച മാർക്കറ്റ് ഞാൻ പറഞ്ഞ വീക്കിലി അനാലിസിസും ഇന്ന് വരെയുള്ള ട്രേഡുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ അവസാനം ഞാനിന്ന് പിൻ ചെയ്തേക്കാം. നിങ്ങൾ ആ വീക്കിലി അനാലിസിസ് ഒന്ന് കണ്ടിട്ട് എന്തൊക്കെയാണ് ഈ ആഴ്ച മാർക്കറ്റ് സംഭവിച്ചത്, സ്ഥിരമായിട്ട് നമ്മൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ ആദ്യം നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് കണ്ടതിന് ശേഷം അതിലെന്താണ് പറഞ്ഞത്, മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സംഭവങ്ങൾ എന്തൊക്കെയാണ് കാര്യത്തിൻ്റെ കിടപ്പുവശം നിങ്ങൾക്ക് പിടികിട്ടും. അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം വീക്കിലി അനാലിസിസ് അടുത്ത ആഴ്ചത്തെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു ഓൾ.